ആകസ്മികമായി നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമറുൽ ഫാറൂഖിന്റെ അനുസ്മരണവും അതോടനുബന്ധിച്ച് നടക്കുന്ന ദിക്ർ ദുആ മജ്ലിസും ആ പരിപാടിയിലാണല്ലോ നാം എല്ലാവരും സംഗമിച്ചിരിക്കുന്നത്. ഈ സമയത്ത് നാം എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചിക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചിക്കോയ തങ്ങൾ അൽ ബുഖാരി ബായാർ തങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന മഹാനവറുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം, നമ്മുടെ തൃക്കരിപ്പൂർ മുജമ്മൽ ഇസ്ലാമിയുടെ കലണ്ടർ വിൽപ്പനക്കുണ്ട്. എല്ലാവരും ബർക്കത്തിന് വേണ്ടി ഒന്ന് വാങ്ങണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മിൽ നിന്ന് വിട പറഞ്ഞ സഹോദരന് വേണ്ടി, സുഹൃത്തിന് വേണ്ടി ഈമാനികമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ സംഘടനയുടെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രകടമായി നമുക്ക് കാണിക്കാൻ കാണുന്ന ഒരു ഉദാഹരണമാണ് ഈ തടിച്ചുകൂടിയിരിക്കുന്ന ചെറുപ്പക്കാരും യുവാക്കളും ആലിമീങ്ങളും നമ്മിൽ നിന്ന് ആകസ്മികമായി വിട പറഞ്ഞുപോയ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരനായ പ്രവർത്തകനായ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖിന്റെ അനുസ്മരണത്തിന് വേണ്ടി ഒരു 2 ദിവസം നമ്മൾ തെരഞ്ഞെടുക്കുകയും ആ വ്യക്തി നമ്മോട് വിട പറഞ്ഞിട്ട് 1 വർഷം പൂർത്തിയായെങ്കിലും ഇന്നും നമ്മുടെ മനോമുഖരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയിൽ നിന്നും മായാതെ ആ സഹോദരനെ നമ്മൾ ഓർമ്മിക്കുകയും അനുസ്മരിക്കുകയും ആ സഹോദരന് വേണ്ടി സയ്യിദ് തറവാട്ടിലെ കാരണവർ പോലും നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ഈ പ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന, നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് ഈ ഒരു സന്ദേശം. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ മഹോന്നതരായ മഹാമനീഷികളായ ആലിമീങ്ങൾ, പണ്ഡിത സാദാത്തുക്കൾ നമുക്ക് പ്രവർത്തിച്ചു മാതൃക കാണിച്ചു തരികയും അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, സാന്ത്വനപരമായ പ്രവർത്തനങ്ങൾ വേറൊരു ഭാഗത്ത്, വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ കൊളുത്തിക്കൊണ്ട് വിദ്യയുടെ തീരങ്ങളിലേക്ക് അണഞ്ഞൊരുങ്ങുന്ന രൂപങ്ങൾ മറ്റൊരു ഭാഗത്ത്, അങ്ങനെ തുടങ്ങിയിട്ട് അശ്ലീലതകളും അതുപോലെ തന്നെ തിന്മകളും ഒരു ഭാഗത്ത് നടമാകുമ്പോൾ അതിനെതിരെ മറ്റൊരു ഭാഗത്തുള്ള പ്രതിഷേധങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് വെറും ഒരു മൂലയിൽ തളച്ചിടപ്പെടാത്ത രൂപത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിഭാവനം ചെയ്യുന്ന എല്ലാ മേഖലകളിലേക്കും നമ്മുടെ സംഘടനയും ആ സംഘടനയുടെ പ്രസ്ഥാന ബന്ധുക്കളും അതിന് കർമ്മധീരമായി നേതൃത്വം നൽകുന്ന നമ്മുടെ മഹോന്നതരായ ആലിമീങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ ഒരുമിച്ചുകൂടി എന്നത്. ഇതിവിടെ മാത്രമല്ല, ഉമറുൽ ഫാറൂഖിന് വേണ്ടി ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും പ്രാർത്ഥനകൾ മുഴങ്ങി എല്ലാവരുടെയും കണ്ടമിടറിക്കൊണ്ടവർ ഉച്ചത്തിൽ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു. എന്തിനു വേണ്ടിയാണ് ആ സഹോദരൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഒന്നുകിൽ കുടുംബ ബന്ധമില്ലാത്ത, പരിചയമില്ലാത്ത, ഒരിക്കൽ പോലും സലാം പറഞ്ഞിട്ട് പരിചയപ്പെട്ടിട്ടില്ലാത്ത വ്യക്തികൾ പോലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ മാപ്പ് കൊടുക്കുകയും അദ്ദേഹത്തിന് നീ കരുണാ കടാക്ഷങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ നാം ഓർക്കേണ്ടത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ആയിരക്കണക്കിന് സാദാത്തുക്കളുടെയും മഹാന്മാരുടെയും പ്രാർത്ഥന ഏറ്റുവാങ്ങാൻ മാത്രം ആ ചെറുപ്പക്കാരനെ നയിച്ച മനോവികാരം,
അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഇത്രമാത്രം പ്രാർത്ഥനകളും തഹ്ലീലുകളും ഇതുപോലെ തന്നെ അനുഗ്രഹാശിസ്സുകളും അവരുടെ വഫാത്തിന് ശേഷം ലഭിച്ചുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രസ്ഥാനത്തിന്റെ, ഈ സംഘടനയുടെ ഒരൊറ്റ ബറക്കത്ത് കൊണ്ടാണ്, ഫള് കൊണ്ട് മാത്രമാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ മരണപ്പെടുന്നതോടുകൂടി അയാൾ ഒരിക്കലും അയാളുടെ ജീവിതം അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. മരണം എന്ന് പറയുന്ന മുഫാറഖത്തുർ റൂഹി ലിൽ ജസദ്, മനുഷ്യന്റെ ശരീരവുമായി അവന്റെ ആത്മാവ് വേർപിരിയലാണ്, അവന്റെ ആത്മാവ് പിരിയലാണ്. അങ്ങനെ പിരിഞ്ഞു പോകുമ്പോഴേക്ക് ആ മനുഷ്യൻ പൂർണ്ണമായി നശിച്ചു എന്ന് പറയാനായിട്ടില്ല. മനുഷ്യന്റെ ശാരീരികമായുള്ള ബന്ധത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വേർപിരിയുമ്പോഴേക്ക് നാം മനസ്സിലാക്കേണ്ടത് മരണത്തിന് ശേഷവും ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഒരു യഥാർത്ഥ കൂട്ടുകാരന്റെ മുഖമുദ്രയും ഒരു യഥാർത്ഥ കൂട്ടുകാരന്റെ സ്നേഹിതന്റെ ലക്ഷണങ്ങളും അതുതന്നെയാണ്. അതേ സമയത്ത് ഭൗതികമായ കൂട്ടുകെട്ടുകൾ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് തിന്മയുടെ വക്കോളമായിരിക്കും. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. വിശുദ്ധമായ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഓർമ്മപ്പെടുത്തി. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. അൽ അഖില്ലാ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, ചങ്ങാതിമാർ. അൽ അഖില്ലാഉ യൗമഇദിൻ, ആ നേരത്ത് അഥവാ പാരത്രികമായ ലോകത്ത്, ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ, അവർ പരസ്പരം ശത്രുക്കളാണെന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾ ഒഴികെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ ഒഴികെ, ആ മുത്തഖീങ്ങളല്ലാത്ത മുഴുവൻ കൂട്ടുകെട്ടുകളും, അല്ലാഹുവിന്റെ തഖ്വയുടെ പേരിലല്ലാത്ത സർവ്വ കൂട്ടുകെട്ടുകളും നാളെ അല്ലാഹുവിന്റെ പാരത്രികമായ ലോകത്തേക്ക് എത്തുമ്പോഴേക്ക് പരസ്പരം കടിച്ചു കീറുന്ന ശത്രുക്കളെ പോലെ തന്റെ ഭൗതികമായ ലോകത്ത് അവർ ചിലപ്പോൾ ആത്മമിത്രങ്ങളായിരിക്കാം, അവരെന്നും കൂട്ടുകൂടിയവരായിരിക്കാം. ഒരു നേരം പിരിയുമ്പോഴേക്ക് അടുത്ത നേരം ഒരുമിച്ച് കൂടാൻ വേണ്ടി വെമ്പൽ കൊണ്ടവരായിരിക്കാം. പക്ഷേ ആ സ്വന്തം കൂട്ടുകാരാണ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോഴേക്ക്, പാരത്രികമായ ലോകത്തേക്ക് എത്തുമ്പോഴേക്ക് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തി. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. ആ പാരത്രികമായ ലോകത്ത് ഈ കൂട്ടുകെട്ടിന് വേണ്ടി സമയം വിനിയോഗിച്ച ചെറുപ്പക്കാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ, അവർ പരസ്പരം ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ ഒഴികെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഭൗതികമായ താൽപര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ പര്യവസാനം ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയുമോ, പ്രശസ്ത സൂഫിവര്യനായ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൽ യാഫിഈ റഹിമഹുല്ലാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭൗതികമായ ലോകത്ത് ആത്മീയമായ ലോകത്തേക്ക് സമ്പാദിക്കുന്നതിൽ നിന്ന് ഒരു മനുഷ്യനെ തന്റെ കൂട്ടുകാരൻ തടയുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് നിന്റെ കൂട്ടുകാരൻ നിന്നെ തടയുകയാണെങ്കിൽ നീ മനസ്സിലാക്കണം, അതിന്റെ കൂട്ടുകാരനല്ല, നിന്റെ ഖലീലാണ്, നിന്റെ ആത്മമിത്രമാണെന്ന് നീ അവകാശപ്പെടുന്നുവെങ്കിലും നീ മനസ്സിലാക്കണം, നിന്റെ പ്രത്യക്ഷമായ ശത്രുവാണ്, നിന്റെ ലാഹിറായ ഏറ്റവും വലിയ ശത്രുവാണവൻ. ചിലപ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഭൗതികമായ ലോകത്ത് നിന്റെ ആത്മമിത്രമായിരിക്കാം, നിന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കാം. പക്ഷേ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അവൻ നിന്നെ തടയുന്നുവെങ്കിൽ, അവൻ നിന്നെ മാറ്റി ചിന്തിപ്പിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ മഹാത്മാക്കളിൽപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൽ യാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് അവൻ നിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു പ്രസ്ഥാനത്തിൽ അംഗമാകുമ്പോഴേക്ക് നമുക്ക് കൂട്ടിന് വരുന്നതാരാണ്? അല്ലാഹുവിന്റെ ലോകത്തേക്ക്, അവന്റെ പാരത്രികമായ ലോകത്ത് രക്ഷപ്പെടാനുള്ള കൂട്ടുകാരാണ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. അത് നമ്മുടെ ഭൗതികമായ ലോകത്തിൽ മാത്രമല്ല, നമ്മൾ മരിച്ചു മണ്ണോട് ചേർന്ന് കഴിഞ്ഞാലും ആ ഖബറിന്റെ ഭയാനകതയിൽ ഇരിക്കുമ്പോഴേക്ക് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഈ പാവപ്പെട്ട സഹോദരന് വേണ്ടി
പ്രാർത്ഥനാ വജസ്സുകൾ ഒഴുകിയെത്തുകയാണ്. അതുപോലെ തന്നെ തഹ്ലീലിന്റെ മന്ത്രങ്ങൾ ഒഴുകിയെത്തുകയാണ്. എന്താണ് കാരണം? അവന്റെ പണത്തിന്റെ പ്രൗഢിയല്ല, അല്ലെങ്കിൽ അവന്റെ സ്റ്റാറ്റസിന്റെ പ്രൗഢിയല്ല, അവന്റെ അധികാരത്തിന്റെ സ്ഥാനമാനങ്ങളുടെ പ്രൗഢിയല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ട് അതിൽ ഒരു കണ്ണിയായി ഒരംഗമായി ആ ശൃംഖലയിൽ ആ ചങ്ങലയിൽ അവനങ്ങോട്ട് ചേർന്നപ്പോഴേക്ക് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, എത്രയെത്ര ആലിമീങ്ങളുടെ പ്രാർത്ഥനയാണ് കിട്ടുന്നത്, എത്രയെത്ര സയ്യിദന്മാരുടെ ദുആണ് കിട്ടുന്നത്, എത്രയെത്ര സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ള കൂട്ടുകെട്ടുകളൊക്കെ നാളെ അല്ലാഹുവിന്റെ ലോകത്തേക്ക് എത്തുമ്പോഴേക്ക് അത് തകർന്നു തരിപ്പണമായി നാമാവശേഷമായി പോകുകയാണ്. കണ്ടാൽ കണ്ണെടുത്തുകൂടാത്ത രൂപത്തിലുള്ള അത്രയും വലിയ വൈരാഗ്യമായി വിദ്വേഷമായ സമയത്ത് പോവുകയാണ്. നിങ്ങൾക്കറിയില്ലേ, തന്റെ കൂട്ടുകാരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്ത് എന്ന് പറയുന്ന ആളുടെ കഥ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി, അവൻ തന്റെ രണ്ട് കൈകളും കടിച്ചു പോകുന്ന ദിവസമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ സുഹൃത്തിന് വേണ്ടി മതം മാറിയ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ ആളാണ്. അത് തന്റെ സുഹൃത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. ആ സുഹൃത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ ദ്രോഹിച്ച മനുഷ്യൻ വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാനൊരു മാർഗത്തിൽ തേടിയിരുന്നുവെങ്കിൽ, ഞാനൊരു റസൂലിന്റെ കൂടെയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ആ കൂട്ടുകാരനെ ഞാൻ സഹോദരനായി, എന്റെ കൂട്ടുകാരനായി ഞാൻ തെരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ പടച്ചവനെ എത്ര നന്നായിരുന്നു. ഇതെവിടെയാ പറയുന്നത്? അല്ലാഹുവിന്റെ പാരത്രികമായ ലോകത്തേക്ക് എത്തുമ്പോഴാണ് മനുഷ്യൻ പറയുന്നത് വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി. ഒരു കൈ എന്നല്ല ഖുർആൻ പറഞ്ഞ, രണ്ട് കൈയും കടിച്ചു പോകുന്ന സന്ദർഭമാണ്. എന്നിട്ടവൻ പറയുന്നു, പടച്ചവനെ, ഞാൻ നബിതങ്ങളെ കൂടെ കൂടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ ഒരു മുഹിബ്ബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ നബിതങ്ങളെ ദ്രോഹിച്ചിട്ട്, ആ നബിതങ്ങളെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ട് എന്റെ കൂട്ടുകാരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്തതാണെങ്കിൽ യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ആ മനുഷ്യനെ ഞാൻ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നു. ഇതാ മനുഷ്യൻ നാളെ പാരത്രികമായ ലോകത്ത് വെച്ച് പറയുന്ന വിഷയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷയം ചെറുതല്ല, വിഷയം ചെറിയ വിഷയമല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താണ്? ഈ ലോകം ഒരിക്കലും ശാശ്വതമായ ലോകമല്ല, ശാശ്വതമായ ലോകമല്ല. ഇന്നോ നാളെയോ വാടിക്കരിഞ്ഞുണങ്ങേണ്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത്? നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത്? അത് പരീക്ഷിക്കാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖലഖൽ മൗത വൽ ഹയാത, അവൻ മരണവും ജീവിതവും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത്? അപ്പൊ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇവിടെ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഒരു സ്വാലിഹായ കർമ്മമാണ്. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുന്നതും അതുപോലെ തന്നെയുള്ള കർമ്മമാണ്. ഇതിനു വേണ്ടി നമ്മൾ ആലിമീങ്ങളെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും സാദാത്തുക്കളെ ബഹുമാനിക്കുന്നതും സ്വാലിഹായ കർമ്മമാണ്. അഹ്സനു അമല, ആരാണ് നല്ല പ്രവർത്തനങ്ങൾ ദുന്യാവിൽ കാഴ്ചവെക്കുന്നത്? ഇത് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് മരണവും ജീവിതവും തന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ വിവരിക്കുമ്പോൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ജീവിതം ശാശ്വതമായ
അനശ്വരമായ ജീവിതം വരാനിരിക്കുന്ന ജീവിതമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഇന്നോ നാളെയോ അസ്തമിച്ചു പോകുന്ന വളരെ തുച്ഛമായ ലളിതമായ ഒരു ജീവിതം മാത്രമാകുന്നു. നാളെ പാരത്രികമായ ലോകത്തേക്ക് എത്തുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയൊരു ലോകത്ത് ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടോ എന്നത് വളരെ തുച്ഛമായ ഒരു ജീവിതമായി അവന് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാരത്രികമായ ലോകം അത് വരാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഒരു മഹാൻ പറഞ്ഞത്, ഖാലൽ മുനജ്ജിമു വത്തബീഉ കിലാഹുമാ ലൻ യുഹ്ശറൽ അംവാതു ഖുൽതു ഇലൈകുമാ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ അടുത്തെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല സൗകര്യം ചെയ്തു കൊടുക്കണം. ആ വരുന്ന വഴിക്ക് കൈപിടിച്ചാരും ശല്യം ചെയ്യരുതെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. സുഗമമായി തങ്ങളെ വേദിയിലേക്ക് വരാനുള്ള ആ സമ്മതം സൗകര്യം എല്ലാവരും ചെയ്തു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഇനിയും ദീർഘകാലം പ്രവർത്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്കും നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു മഹാനുഭാവൻ പറയുന്നു, ഖാലൽ മുനജ്ജിമു വത്തബീഉ കിലാഹുമാ ലൻ യുഹ്ശറൽ അംവാതു ഖുൽതു ഇലൈകുമാ ഇൻ സഹഹ ഖൗലുകുമാ ഫലസ്തു ബിആസിഫി ഔ സഹഹ ഖൗലി ഫൽ ഖസാറു അലൈകുമാ. അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരൻ 4 വർഷമായി സുഖമില്ലാത്തത്, സംസാരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ആഫിയത്തും സംസാരശേഷം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങളവറുകൾ ദുആ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മഹാൻ പറയുന്നു, ഖാലൽ മുനജ്ജിമു വത്തബീഉ കിലാഹുമാ, അതായത് യുക്തിവാദിയും അതുപോലെ തന്നെ പ്രകൃതിവാദിയും അവര് പറഞ്ഞു. എന്താണ് അവര് പറഞ്ഞത്? ലൻ യുഹ്ശറൽ അംവാതു, മരിച്ചുപോയ ആളുകൾ ഇനി രണ്ടാമത് ജീവിപ്പിക്കപ്പെടുകയില്ല, രണ്ടാമത് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല, പുനർജനിക്കപ്പെടുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടത്തേക്ക് തീർന്നു എന്നാണ് അവരെ വാദം. ജ്യോതിശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ യുക്തിവാദികളും അങ്ങനെ വാദിക്കുകയാണ്. ഖുൽതു ഇലൈകുമാ, ഞാൻ അവരോട് പറഞ്ഞു, ഇലൈകുമാ, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവുക. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഇൻ സഹഹ ഖൗലുകുമാ ഫലസ്തു ബിആസിഫി, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് പോലെയാണ് സംഭവിക്കുക എങ്കിൽ, ഫലസ്തു ബിആസിഫി, എനിക്കൊട്ടും ദുഃഖിക്കാനില്ല, വിഷമിക്കാനില്ല, എനിക്കൊരു ടെൻഷനുമില്ല. കാരണം എന്താണ്? മരിച്ചുപോയ ആളുകൾ ഇനി ഹയാത്താക്കപ്പെടുകയില്ല, ജീവിക്കപ്പെടുകയില്ല എന്നാണ് നിങ്ങളെ വാദം എങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ ചോദ്യമില്ലല്ലോ, പിന്നെ ഹിസാബില്ലല്ലോ, പിന്നെ ബഅസില്ലല്ലോ, പിന്നെ മീസാനില്ലല്ലോ, പിന്നെ അല്ലാഹു നമ്മളെ ചോദ്യം ചെയ്യാനില്ലല്ലോ. ഔ സഹഹ ഖൗലി ഫൽ ഖസാറു അലൈകുമാ, അതേ സമയത്ത് മോനെ, എന്റെ വാദമാണ് ശരിയെങ്കിൽ, ഞാൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ, എന്റെ വാദം എന്താണ്? മരണത്തിന് ശേഷം ഖബറുണ്ട്, ഹിസാബുണ്ട്, ചോദ്യോത്തരമുണ്ട്, മലക്കുകൾ വരുന്നുണ്ട്, മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അവിടെ വെച്ച് വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്, സിറാത്ത് പാലമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്റെ വിശ്വാസമാണ് ശരിയെങ്കിൽ, ഫൽ ഖസാറു അലൈകുമാ, എങ്കിൽ നിങ്ങൾക്ക് വമ്പിച്ച നഷ്ടം തന്നെയാണ്, നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയാണെന്നൊരു മഹാൻ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മരണത്തോടുകൂടി ഇതാ ജീവിതം അവസാനിക്കുന്നില്ല, ശാശ്വതമായ ജീവിതമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ ജീവിതത്തിലേക്ക് നമ്മൾ തയ്യാറെടുത്തുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആ സഹോദരൻ നമ്മൾ അനുസ്മരിക്കുമ്പോ, ഇതുപോലെ നമ്മൾ നാളെ മരണപ്പെട്ടു പോയാൽ
നമുക്ക് വേണ്ടി ഒരുപാട് ആലിമീങ്ങൾ നമുക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയണം. നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം. നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് കരുണ ചോദിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു വേണ്ടി ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സാദാത്തുക്കളും ആലിമീങ്ങളും സയ്യിദന്മാരും കാണിച്ചു തന്ന പാതയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എത്തിയിട്ടുള്ള അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അല്ലാഹു തങ്ങൾക്കും നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കുറെ ആൾക്കാർ ആ ബേക്കിൽ നിൽക്കുന്നുണ്ട്. കുറച്ച് കസേരകൾ ഇവിടെ ഒഴിഞ്ഞിട്ടുണ്ട്. അഭിവന്യരായ സയ്യിദ് ബായാർത്ഥങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ തണലിൽ ദീർഘകാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ്